അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് സ്റ്റീലെ ബേബി ബ്രെയിൻ ഡോട്ടാണ്. നമ്മളിന്ന് എല്ലാ ബേബി ബ്രെയിൻ ഡോട്ടിനെയും സ്റ്റീൽ ചെയ്യാൻ പോകട്ടോ. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കൈയറുത്തപ്പോൾ കട്ട ചോരയ മുഖത്ത് തെറിച്ചു. അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട്. നമുക്ക് ഏത് ബേബി ബ്രെയിൻ ഡോട്ടാ സ്റ്റീൽ ചെയ്യാം? സ്ട്രോബെറി എലിഫന്റിനെ സ്റ്റീൽ ചെയ്താലോ? എടാ ഗോപി മഞ്ജുരിന്റെ മോനെ, അടുത്ത ആഴ്ചയല്ല അടുത്ത സീസണിൽ പോലും നിനക്ക് കിട്ടില്ല. ഇനി അണ്ണന്റെ കളി വേറെ റേഞ്ചിലാണ്. നമ്മൾ സ്ട്രോബെറി എലിഫന്റ് അടിക്കാൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഗെയിം അറിയാത്തവർക്ക് നമ്മൾ ഓരോ ബ്രെയിൻ ഡോട്ടിൻ്റെ ബേബിനെ സ്റ്റീൽ ചെയ്യണം. അപ്പോൾ ബ്രെയിൻ ഡോട്ട് നമ്മളെ പിടിക്കാൻ വരും. നമ്മൾ എത്ര നേരം സർവൈവ് ചെയ്യണം അത്രയും ക്യാഷ് നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയൊക്കെ 52 സെക്കൻഡ് ആക്കിയിട്ടാണ്. ഇപ്പോൾ നമ്മളെ പിടിച്ചിട്ടില്ല സ്ട്രോബെറി എലിഫന്റ്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടേ ഇരിക്കണം. പൊട്ട എലിഫന്റ് നമ്മളെ കൊന്നു ഗൈസ്. ഇനി നമുക്ക് വേറെ ആരെങ്കിലും ബേബിനെ സ്റ്റീൽ ചെയ്യാം. നമുക്ക് ബൊമ്പർദീറിൻ്റെ ബേബിനെ സ്റ്റീൽ ചെയ്യാം കേട്ടോ. നമ്മളെ പിന്നാലെ തന്നെ വരുന്നുണ്ട്, പക്ഷെ കിട്ടൂല ഗൈസ്. നമ്മൾ പവർ തന്നെ കിട്ടൂല ഗൈസ്. നമുക്ക് മാക്സിമം ഓടാം, അപ്പോൾ കുറേ പോയിന്റ് കിട്ടും. ആദ്യമായിട്ട് എന്തൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. 14 സെക്കൻഡായി. 15, 16, 17. നമുക്ക് ഈ മലേൻ്റെ മേലെ കയറാം കേട്ടോ, അപ്പോൾ ചിലപ്പോൾ രക്ഷപ്പെടും. അതാ തോറ്റ്. ഇനി നമ്മൾ കുറേ നേരം സർവൈവ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തോൽക്കുന്നുണ്ട്. നമുക്ക് ബലേറിനെ കപ്പച്ചീനിൻ്റെ എടുക്കട്ടോ. ഓടാം ഗൈസ്. നമുക്ക് കുറേ നേരം സർവൈവ് ചെയ്യണം. ഇപ്പോൾ പൈസ കുറച്ചായി കിട്ടുന്നുള്ളൂ. നമുക്ക് കുറേ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് കുറേ നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ. 42 സെക്കൻഡ് ആയിട്ടോ. ഇത്ര നേരമായിട്ട് നമ്മളെ പിടിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഗെയിമിൽ 54 സെക്കൻഡ് ആയിട്ട് നമ്മൾ വട്ടം കറക്കുക കേട്ടോ. ബലേറിനെ ഇത്രയായിട്ട് നമ്മളെ പിടിച്ചിട്ടില്ല. 1 മിനിറ്റ് 11 സെക്കൻഡ് ആയി ഗൈസ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നമ്മൾ തോറ്റ് ഗൈസ്. നമ്മൾ പിടിച്ചിട്ടാ. പക്ഷെ നമ്മൾ കുറേ നേരം സർവൈവ് ചെയ്ത്. നമുക്കെന്തെങ്കിലും മേടിക്കാം. റബ്ബർ ചിക്കൻ മേടിക്കാം. അത് നമ്മൾ മേടിച്ചിട്ടാ റബ്ബർ ചിക്കൻ ഗൈസ്. ഇനി ആരെ ബേബിനെ നമുക്ക് സ്റ്റീൽ ചെയ്യാം. കുറച്ച് ഹാർഡ് വേണം. നമുക്കെന്തായാലും നോക്കി വെക്കാം, ചിലപ്പോൾ നല്ലത് കിട്ടും. നമുക്ക് സാമിൻ്റെ ബേബിനെ സ്റ്റീൽ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് കുറേ നേരം സർവൈവ് ചെയ്യണം കേട്ടോ. കുറേ നേരം സർവൈവ് ചെയ്യണം. നമുക്ക് മാക്സിമം കുറേ നേരം ഓടി വെക്കാം. ഇതും കൂടി സർവൈവ് ചെയ്താൽ നമുക്ക് വെറും 25 പോയിന്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് സർവൈവ് ചെയ്യണം. സാമി എന്തോ ബബിൾ പോലത്തെ സാധനം നമ്മളെ മേത്ത് കയറും കേട്ടോ. അതുകൊണ്ട് നമ്മൾ തോറ്റു. ജസ്റ്റ് നമ്മൾ റിവെഞ്ച് എടുത്ത് ഇപ്പോൾ 2:56 മിനിറ്റ് ആയിക്കും കേട്ടോ. 3 മിനിറ്റ് 37 സെക്കൻഡും ആയി. ഇത്ര ആയിട്ട് നമ്മളെ പിടിച്ചിട്ടില്ല. നമ്മളടുത്ത് കളിച്ച് ഇങ്ങനെ ഇരിക്കും. അതാ തോറ്റ് ഗൈസ്. ഡയലോഗ് അടിക്കുന്ന ടൈമിൽ തന്നെ തോറ്റ്. കുറച്ച് മിനിറ്റ് തോറ്റാലും കുഴപ്പമുണ്ടായിരുന്നില്ല. സ്പൈഡർമാൻ്റെ കൈയും വല്ലൊക്കെ അതാ ചുമരിലൊട്ടിച്ചിരുന്നു. നമ്മൾ സീരിയം പോണത് തുങ് സഹോറിൻ്റെ കേട്ടോ. ഓടാം. അതാ എന്താ 3 സെക്കൻഡ്സാ. ആ മരം ചതിച്ചു ഗൈസ്. ക്യാപ്പച്ചീനോ അസസീനൻ്റെ സ്റ്റീൽ കേട്ടോ. നേരത്തെ നമ്മൾ 3 സെക്കൻഡ് നിന്നുള്ളൂ കേട്ടോ. അപ്പം തന്നെ തോറ്റ്. ആ മരമാണ് ചതിച്ചത്. ആ മരത്ത് പോയി കറക്റ്റ് ആ മരത്ത് പോയി തന്നെ ഇടിച്ചു. ഇതിൽ നമുക്ക് കുറച്ച് നേരം കൂടി സർവൈവ് ചെയ്യണം, അതിൻ്റെ റിവെഞ്ച് ആയിട്ട് ഗൈസ്. നമ്മൾ 1 മിനിറ്റും 13 സെക്കൻഡ് സർവൈവ് ചെയ്തിട്ടോ. ഇപ്പോൾ നമ്മളെ പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മളതിൻ്റെ പറ്റിച്ചോടാണ്. എപ്പോൾ മാസ്റ്റർ ഡയലോഗ് അടിച്ചാലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഗൈസ് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ടാ. അടിപൊളിയായി. എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം? റേറ്റ് മൈ കോസ്റ്റ്യൂം. അത് നമ്മൾ മാറ്റി ഒരു അടിപൊളി കോസ്റ്റ്യൂം ആക്കിയിട്ടാ. ഈ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് പറയും. നമ്മൾ ബൊമ്പർദീറിൻ്റെ ബേബിനെ നമ്മൾ സ്റ്റീൽ ചെയ്തിക്കണം. എന്നിട്ട് നമുക്ക് ഓടാം. ആ പുല്ലിൻ്റെ ഉള്ളിൽ പോയോക്കട്ടോ. അതാ പെട്ട് ഗൈസ്. പെട്ട് ഗൈസ്. പെട്ട് ഗൈസ്. ഇപ്പം പിടിക്കോട്ടോ. പിടിച്ചു ഗൈസ്.
വെറും 13 സെക്കൻഡേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തത് സാമിൻ്റെ ബേബി ബ്രെയിൻ റോട്ടിലാണ് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തത്. 3 മിനിറ്റും 39 സെക്കൻഡ് എന്താണ്. നമുക്ക് വീണ്ടും സ്ട്രോബെറി എലിഫൻറ്റിൻ്റെ ബേബിനെ എടുക്കട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കളിക്കാവുന്നുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോൻ്റെ പാർട്ട് 2 ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്കും ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ പാർട്ട് 2 ഇടുന്ന ആൾക്കാരും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. റോബ്ലോക്സിലാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യണത്. ഈ ഫുട്ബോൾ ഞാൻ കളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നില്ല. തൽക്കാലം ഇപ്പോൾ റോബ്ലോക്സ് ചെയ്യണം. പിന്നെ കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗൈസ്. പിന്നെ നമുക്ക് സ്പീഡിൻ്റെ ഷൂസ് കിട്ടിയിട്ട് ഗൈസ്, ഞാൻ അറിയാണ്ട് മറന്നു പോയതാണ്. ഞാൻ കണ്ടിരുന്നു ഗൈസ്, സ്പീഡിൻ്റെ ഒരു അടിപൊളി ഷൂസ് കിട്ടിയിട്ട് നമുക്കൊരു ലക്കി ബോക്സ് കിട്ടി. അത് ഓപ്പൺ ആക്കിയപ്പോഴാണ് ഗൈസ് നമ്മളെ സ്ട്രോബെറി എലിഫൻറ്റ് കൊന്നിട്ടോ ഗൈസ്. ചോറിന് നമ്മളെന്തെങ്കിലും മേടിക്കട്ടോ. നമ്മൾ ഇൻവിസിബിലിറ്റി ക്ലോക്ക് മേടിച്ചിട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഇൻവിസിബിൾ ആണെന്ന് തോന്നുന്നു. ഇൻവിസിബിൾ ആയിട്ടോ. അപ്പോൾ നമുക്കിനി ബേബിനൊക്കെ സ്റ്റീൽ ചെയ്തിട്ട് അവർ കാണാണ്ട് നമുക്ക് ഓടാം. പെട്ടെന്ന് പോകണ്ട കേട്ടോ, കാര്യമില്ല. നമുക്ക് ബൊമ്പർദീരൻ്റെ സ്റ്റീൽ ചെയ്യാം. അവൻ്റെ സന്തോഷം നോക്കുക ഗൈസ്, നമ്മളെ പിടിച്ചപ്പോഴുള്ള സന്തോഷമാണ് കണ്ടത് ഗൈസ്. നമുക്ക് ത്രാലലേറിൻ്റെ സ്റ്റീൽ കേട്ടോ. ഓടിക്കോ. അതാ പിടിച്ചു ഗൈസ്, പിടിച്ചു. ഈ മരമാണ് എപ്പോഴും ചതിക്കണത് ഗൈസ്. നമ്മളെ കോസ്റ്റ്യൂം ചെറുതായി മാറ്റിയിട്ടോ. പിന്നെ പ്ലീസ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടതിന് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.